ഗുഡ് മോർണിംഗ്. മറ്റു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ വ്ളോഗിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിലെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, റീജൻ സ്ട്രീറ്റ് മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ആണ്. അപ്പോൾ അവിടെ ഈ COVID-19 ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. ഇതാണ് ലണ്ടനിലെ ഫേമസ് ആയിട്ടുള്ള ഓക്സ്ഫോർഡ് സർക്കസ്. എപ്പോഴും ഭയങ്കര തിക്കും തിരക്കുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പം കൊറോണയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുത്തെ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കടകളൊക്കെ എന്താണ് സംഭവം നോക്കാം. ആളുണ്ടോ, തിരക്കുണ്ടോ, കൊറോണ പ്രമാണിച്ച് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഈ സ്റ്റേഷന് തൊട്ട് പുറകിൽ തന്നെയുള്ള ലിബർട്ടി എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ഷോപ്പിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം. കയറുന്നില്ല, ജസ്റ്റ് ഷോപ്പിൻ്റെ വെളിയിൽ മാത്രമേ പോകുന്നുള്ളൂ. ഈ ഷോപ്പിൻ്റെ ഒരു എൻട്രൻസ് ആണിത്. അവിടെ പുറത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് മാസ്ക് വേണമെന്നുള്ളത്. കയറുന്നതായാലും നമുക്കൊരു പണിയായി. ഇവിടുന്ന് ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് കാർണബി സ്ട്രീറ്റ്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള കാർണബി സ്ട്രീറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. കാർണബി സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല ഒത്തിരി ട്രെൻഡി ആയിട്ടുള്ള ഷോപ്പുകളും നല്ല രസമുള്ളൊരു ഒരു സ്ഥലമാണ് കാർണബി സ്ട്രീറ്റ്. എല്ലാവരും വന്നിരിക്കേണ്ട സ്ഥലമാണ്. എപ്പോഴും നല്ല വൈബ്രൻ്റ് ആയിട്ട്, എപ്പോഴും നല്ല തിരക്കായിട്ടുള്ള സ്ട്രീറ്റ് ആയിരുന്നു. തിരക്ക് ഒരു ഇച്ചിരി കുറവുണ്ട് ശനിയാഴ്ച ആണെങ്കിലും. പക്ഷെ എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. ഇവിടെ പബ്ബുകളും അതുപോലെ കടകളും ഒക്കെ, ഒത്തിരി കടകളും ഒക്കെ ആയിട്ട് നല്ലൊരു സംഭവമാണത്. കടകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട് ഇന്ന്. ശനിയാഴ്ച ആണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. ഡീസൽ അതുപോലെയുള്ള ബ്രാൻഡുകളും നല്ല രസമാണ് ഇവിടെ. അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള സൈഡ് റോഡുകളിൽ പബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുണ്ടോ, ട്രഡീഷണൽ പബ്ബാണിത്. അതിന് വേറെ സൈഡുണ്ടോ. ഇപ്പോൾ നമ്മൾ മ്യൂസിയം ഷോപ്പിൽ കയറിയ കാണാം. ഒരു പാക്ക് പെൻ മേടിക്കാനാണ്. ഇതാണ് പെൻ. പേ ചെയ്യാൻ പറ്റും. അയ്യാ, can I pay for this place? Yeah, sure. Can I pay by card, yeah? Yeah, just fine. Is it done, yeah? Thanks. Would you like a paper bag? Yes, please. Would you like the receipt? No, I'm okay, thank you. No, just give me the receipt anyway, yeah. Thank you, thank you. നമ്മൾ പേനയൊക്കെ മേടിച്ച് മ്യൂസിയം. നല്ല ഷോപ്പാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്. ജാപ്പനീസ് ആണ്. ഇറ്റ്സ് വർത്ത് ഇറ്റ്. I don't want this film.
അങ്ങനെ നമ്മൾ കാർണവി സ്ട്രീറ്റിന് പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ തൊട്ട് നമ്മൾ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലേക്ക് അല്ലെങ്കിൽ റീജൻ സ്ട്രീറ്റിലേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് സൈഡിൽ കാണുന്നതാണ് ഹാംലീസ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് സ്റ്റോർ എന്ന് പറയുന്നത്. പിള്ളേർക്കൊക്കെ ടോയ്സ് ഇത്തിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും ഒത്തിരി വെറൈറ്റി ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എല്ലാവർക്കും ഒന്ന് വന്ന് നോക്കാവുന്നതാണ്. പിള്ളേർക്ക് എന്തെങ്കിലും ടോയ്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ, ബർത്ത്ഡേക്കോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ആംബുലൻസിന് പുറത്തേക്ക് ഇറങ്ങി. അതിപ്പോൾ മേളിൽ കാണുന്നത് കണ്ടില്ലേ, ഇവിടെ താങ്ക് യു ഹീറോസ് എന്ന് പറഞ്ഞത്, താങ്ക് യു അവർ ഹീറോസ്. നമ്മുടെ NHS ഹോസ്പിറ്റൽ സ്റ്റാഫിനെയും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവരോട് വെച്ചേക്കുന്നത്. കണ്ടോ, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ലണ്ടനിലെ ഡബിൾ ഡെക്കർ ബസ് പുതിയത്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ സൈൻ കാണുന്ന അത്ര അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു റീജൻ സ്ട്രീറ്റ് ആണ്. നേരെ നമ്മുടെ പിക്കഡിലി ജംഗ്ഷനിലേക്ക് എത്തും. അത് നമ്മുടെ ബിൽ ബോർഡ്സും കാര്യങ്ങളൊക്കെ കാണുന്നിടത്തേക്ക് എത്തും. ഇതിപ്പോൾ നമ്മൾ ഓക്സ്ഫോർഡ് സർക്കിളിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അധികമില്ല. ഇനിയിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ ആ ഭാഗത്തായിരുന്നു. അപ്പോൾ ഇനിയിപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി കടകളാണ് മൊത്തം ഇവിടെ. മെയിൻ ഷോപ്പിംഗ് ഏരിയയാണ്. ആദ്യമൊന്നും മാളുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എല്ലായിടത്തും മാളുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ആൾക്കാർ പൊതുവെ ഇച്ചിരി വരവ് കുറവാന്ന് തോന്നുന്നു. പിന്നെ ഇത് ഭയങ്കര ടൂറിസ്റ്റിയാണ്. എല്ലാ ടൂറിസ്റ്റും വന്ന് ആദ്യം വരേണ്ട സ്ഥലമാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് സർക്കസ്. ഇതാണ് മാഡെക് സ്ട്രീറ്റ്. ഇതാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആപ്പിൾ സ്റ്റോർ ഇവിടുത്തെ ഓക്സ്ഫോർഡ് സർക്കസിലെ. ഒത്തിരി വലിയ സ്റ്റോറാണ്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു UK തുടങ്ങിയ സ്റ്റോറാണെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയ ക്യൂ ഉണ്ട്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ആപ്പ്. ഇതാണ് ഓക്സ്ഫോർഡ് സർക്കസ്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള. വേണ്ടില്ലേ, നൈക്കി ടൗൺ ഉണ്ട് ഇവിടെ ജംഗ്ഷനിൽ തന്നെ. അതിൻ്റെ അപ്പുറത്ത് ടോപ്പ് ഷോപ്പ്. ഇതിൻ്റെ ഇപ്പോൾ ആ ബസ് വരുന്ന ഡയറക്ഷനിലേക്കാണ് ടോട്ടനം കോട്ട് റോഡ്. പിന്നെ ഈ സൈക്കിൾ പോകുന്ന ഡയറക്ഷനിലേക്ക് മാർബിൾ ആർച്ച് എന്ന് പറയും. അപ്പോൾ ഇത് മുഴുവനും ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഷോപ്പിംഗ് ആയിട്ടുള്ള കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവമാണ്, റെസ്റ്റോറൻറ്റ്സും ഒക്കെ. എന്തായാലും നമുക്ക് മാർബിൾ ആർച്ച് ഡയറക്ഷനിലേക്ക് നടക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട്
അങ്ങോട്ടുള്ള ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ജോൺ ലൂയിസ് ഉണ്ട്, ഹൗസ് ഓഫ് ഫ്രൈസർ ഉണ്ട്, ഡെബനംസ് ഉണ്ട്. ഡെബനംസിലായതുകൊണ്ട് 2500 പേർക്ക് ജോലി പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇപ്പോഴത്തെ ഈ റിസഷനും UK ഒഫീഷ്യൽ റിസഷനിലായിട്ടുണ്ട് ഇപ്പം 2-3 ദിവസമായി. പിന്നെ ഈ കൊറോണയും പ്രശ്നങ്ങളും ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നില്ല കുറേ നാളത്തേക്ക്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് സംഭവിച്ചാണെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കുള്ള മെയിനായിട്ടുള്ള ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഡെബനംസിൻ്റെ അപ്പുറത്തായിട്ട് സെൽഫ്രിഡ്ജസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാവ്ലാച്ചായി. അപ്പം നമുക്ക് ആ ഷോപ്പുകളൊക്കെ ഒന്ന് കാണാം. ഞാൻ ജോൺ ലൂയിസ്. ഇത് യൂണിക്ലോ ആണ്. എന്തായാലും കുറച്ച് ടീഷർട്ട് മേടിക്കണം. ഓക്കെ, ഞാൻ നോക്കട്ടെ. കുറച്ച് ഷോപ്പിംഗ് നടത്തി യൂണിക്ലോന്ന്. പിന്നെ ഇപ്പോഴത്തെ ഈ കൊറോണയുടെ സാഹചര്യത്തിൽ ചെക്കൗട്ടെല്ലാം സെൽഫ് ചെക്കൗട്ടാണ്. താങ്ക് യു. 7 items വേണോ? ഐറ്റം അതിനകത്ത് കിട്ടാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്രൈസൊക്കെയാണ്, ഡിസ്കൗണ്ട് ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ പണ്ടേ വിട്ട് വാങ്ങിക്കുന്നതാണ് യൂണിക്ലോയിൽ. നല്ല ക്വാളിറ്റി സ്റ്റഫാണ്, ജാപ്പനീസ് ഷോപ്പാണിത്. അപ്പോൾ അതായിരുന്നു ജോൺ ലൂയിസ്. ഇതാണ് നമ്മുടെ ഹൗസ് ഓഫ് ഫ്രൈസർ. പിന്നെ അതാണ് ഡെവനൻസ്. ഈ കാണുന്ന സ്ട്രീറ്റാണ് ന്യൂ ബോൺ സ്ട്രീറ്റ് എന്ന് പറയും. ഒത്തിരി ഹൈ എൻഡ് ജ്വല്ലറീസും മറ്റേ ഓപ്ഷൻ ഹൗസസും ഒക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് വേറൊരു ദിവസം വരാം അങ്ങോട്ട്. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡെബനംസിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ അപ്പുറത്തായിട്ടാണ് സെൽഫ്രിഡ്ജസ് കട. ഇതാണ് ഫേമസ് ആയിട്ടുള്ള സെൽഫ്രിഡ്ജസ്. വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. ഒരുപാട് എക്സ്പെൻസീവ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. രണ്ട് സൈഡിൽ നിന്നും ക്യൂ ആണ്. നോക്കി ക്യൂ നോക്കി. എന്തായാലും അതിനകത്ത് ഇപ്പോൾ കയറണില്ല, നമുക്ക് വേറെ ദിവസം വരാം. ഈ സൈഡിലും ക്യൂ ആണ്. $1909 തുടങ്ങിയതാണ്.
ഇപ്പോൾ 2009 ആയപ്പോഴേക്കും 100 വർഷമായി. ഇപ്പോൾ 2020 ആണ്. അപ്പോൾ 111 വർഷമായി അല്ലേ? സംഭവം തന്നെ. ആൾക്കാരെല്ലാം ഒത്തിരി പുറത്തിറങ്ങിയിട്ടുണ്ട് ഷോപ്പിങ്ങിന്. കണ്ടോ, ഈ ഷോപ്പിലേക്ക് കയറാനുള്ള ഒരു ക്യൂ ആണ്. എല്ലാവരും മാസ്ക് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ലൈനായിട്ട്. കണ്ടോ, എന്തിനാ ചിലക്കും. ഇതാണ് ലണ്ടനിലെ നമ്മുടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലെയും ലണ്ടൻ ജംഗ്ഷനിലെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളിപ്പോൾ എറണാകുളത്തെ അവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഇവിടെ ലണ്ടനിലെ മെയിൻ ആയിട്ടുള്ള ഷോപ്പിംഗ് സ്ഥലമായ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, റീജൻ സ്ട്രീറ്റിലേക്ക് അവസ്ഥകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് കണ്ടോ, The bike shop by Smart Tech at Selfridges corner shop. ഈ സെൽഫ്രിഡ്ജിലെ സൈക്കിൾ ഷോപ്പിലിരിക്കുന്ന സൈക്കിളുകളാണ്. ഓക്കെ, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കാണ്. 2050 2100 ഉള്ള ഒത്തിരി ഉണ്ട്. അവിടെ എല്ലാവരും ഉണ്ട്. അതിലേക്ക് നോക്കിയേ, ഇതൊക്കെ നോക്കിയേ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ തീർന്നു. ഇനി നമുക്ക് മറ്റൊരു കിടിലൻ വ്ളോഗുമായിട്ട് ഉടനെ തന്നെ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ബെല്ലൈക്കനെല്ലാം അടിച്ച് പൊട്ടിച്ചേക്കുക അങ്ങോട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.